വൈകുന്നേരം കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് മഖാന. മഖാനയ്ക്ക് ഫോക്സ് നട്ട് എന്നും ലോട്ടസ് സീഡ് എന്നും പറയും. ഞാൻ ഇന്ന് 2 ഫ്ലേവറിലുള്ള മഖാന കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാൻ മഖാന ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് മഖാന ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ഒന്ന് റോസ്റ്റ് ചെയ്താൽ മാത്രമേ അത് നല്ല ക്രഞ്ചി ആയിട്ടിരിക്കുള്ളൂ. എണ്ണയൊന്നും ഒഴിക്കുന്നില്ല, വെറും ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ പാനിലേക്ക് ഏകദേശം ഞാനിപ്പോൾ 4 കപ്പ് മഖാന എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 2 കപ്പ് മഖാന മതിയാവും. ഇപ്പൊ തൊട്ട് നോക്കുമ്പോൾ നോക്കൂ, ഭയങ്കര സോഫ്റ്റ് ആണ് കണ്ടോ. അപ്പൊ ഞാൻ തീ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ്. നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എല്ലാ ഭാഗവും ഒരേപോലെ ആവാൻ വേണ്ടിയിട്ട് ഒരു 6-7 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് നല്ല ക്രഞ്ചി ആയിട്ട് മഖാനാസ് കിട്ടും. അപ്പം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ, കളറൊന്നും മാറാൻ നിൽക്കണ്ട കേട്ടോ. ഇപ്പം തൊട്ട് നോക്കൂ, പെട്ടെന്ന് ഇങ്ങനെ പൊടിഞ്ഞു പോണുണ്ടോ. അപ്പം അതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് വരും. ഇനി ഞാൻ തീ ഓഫ് ചെയ്തിട്ട് വേറെ റെസിപ്പിയിൽ വേറെ ഫ്ലേവർ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പം ആദ്യത്തെ ഫ്ലേവർ ഞാൻ സോൾട്ടഡ് ബട്ടർ ഫ്ലേവറാണ്. നമ്മുടെ സാധാരണ ബേസിക് ആയിട്ടുള്ള ബട്ടറി സോൾട്ടഡ് മഖാനയാണ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ചട്ടിയിലേക്ക് 1 കപ്പ് മഖാന എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പ്, അതേമാതിരി ഞാനിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ വൈറ്റ് പെപ്പർ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിന് പകരം സാധാരണ കുരുമുളക് പൊടി ആയാലും മതി. ഓക്കെ, അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ വെണ്ണ, കുറച്ച് ഉപ്പ്, ആൻഡ് ഫൈനലി ആ ഒരു എരിവിന് വേണ്ടിയിട്ട് കുറച്ച് പെപ്പർ പൗഡർ. ഉപ്പുള്ള വെണ്ണയാണെങ്കിൽ ഉപ്പിൻ്റെ അളവ് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഉപ്പില്ലാത്ത വെണ്ണയാണ്. എന്നിട്ട് ഒന്ന് വെണ്ണ ഒന്ന് ഉരുകണം. നമുക്ക് എന്താ പറയുക, കുരുമുളക് പൊടിയും ഉപ്പും എല്ലാവിടെയും നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് വരണം. ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക. വെണ്ണയൊന്ന് ഉരുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, ആദ്യത്തെ ഫ്ലേവർ റെഡിയായി കേട്ടോ. ഞാൻ സെർവ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രഞ്ചിയാണ്, ഹെൽത്തിയുമാണ്. ഓക്കെ, ഇതിപ്പോൾ ആദ്യത്തെ ഫ്ലേവർ ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ ഫ്ലേവറിലേക്ക് പോവാം. രണ്ടാമത്തെ ഫ്ലേവർ ഞാനൊരു ടൊമാറ്റോ ചീസ് ഫ്ലേവറിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ടൊമാറ്റോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ടൊമാറ്റോ പൗഡറിൻ്റെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതേമാതിരി 1 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പൊടി, ഗാർലിക് പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പ്, ഞാനിവിടെ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ചിലപ്പോൾ ചീസിൽ ഉപ്പുണ്ടാവും. അതേമാതിരി ഞാൻ 1 ടീസ്പൂൺ ചീസ് പൗഡർ, ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ചെഡാർ ചീസ് പൗഡറാണ്. അപ്പം ഏതെങ്കിലും ചീസിൻ്റെ പൗഡറും അതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വീണ്ടും ഞാൻ ചീനച്ചട്ടിയിലേക്ക് ഏകദേശം 1 കപ്പ് മഖാന എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1-2 ടീസ്പൂൺ വരണ മാതിരി വെണ്ണ ആഡ് ചെയ്ത് കൊടുത്തു. അല്ലെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ വരണ മാതിരി വെണ്ണ ഇട്ട് കൊടുക്കുക. വെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം, എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പൊടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ടോസ് ചെയ്യുക. വെണ്ണയൊന്ന് ഉരുകണം. മസാല എല്ലാത്തിലും ഒന്ന് നന്നായിട്ട് ആ ചീസ് വരണം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1-2 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ടൊമാറ്റോ ചീസ് ഫ്ലേവറിലുള്ള മഖാന റെഡിയായി. ഇതും നല്ല സൂപ്പർ ടേസ്റ്റാണ്. രണ്ടും നല്ല ഫ്ലേവർ ആയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെയും ഇതേപോലെ വേറെയും ഫ്ലേവറിലുള്ള മഖാനാസ് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ. ഞാൻ ഇതിനു മുമ്പ് വേറൊരു ഫ്ലേവറിലുള്ള മഖാന ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് കൊടുക്കാം, കാണൂ കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.